ഹലോ കൂട്ടുകാരെ, എല്ലാവരും എന്ത് പറയണു? എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് ഇന്ന് ചാപ്റ്റർ 9 പ്രൊപ്പോസൽ എന്ന പാഠത്തിലേക്ക് കടക്കാം. നമുക്ക് ഒരുമിച്ച് ഇന്ന് ഈ ചാപ്റ്ററിന്റെ മലയാളം എക്സ്പ്ലനേഷൻ പഠിക്കാം കേട്ടോ. അപ്പൊ ഇത് എഴുതിയത് ആരാണ്? ഈ ചാപ്റ്റർ എഴുതിയത് ആന്റൺ ചെക്കോവ് എന്ന് പറയുന്ന ആളാണ് കേട്ടോ. അപ്പൊ ഇതൊരു റഷ്യൻ സ്റ്റോറിയാണ്. ഇതൊരു ഡ്രാമയും കൂടിയാണ്, ഒരു പ്ലേ ആണ്. അപ്പൊ ഇതിനകത്ത് 3 ക്യാരക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ആരൊക്കെയാണ്? ഇതിനകത്ത് ഒരു 2 ലാൻഡ് ഓണേഴ്സിനെ കാണാം കേട്ടോ. അപ്പൊ ഒരു ലാൻഡ് ഓണറും അയാളുടെ മകളും പിന്നെ അയാളുടെ അയൽവാസിയായ മറ്റൊരു ലാൻഡ് ഓണറും കൂടെയുള്ള സംഭാഷണങ്ങളാണ് ഈ ചാപ്റ്ററിൽ കാണുന്നത്. വളരെ രസകരമായതും വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പൊ പ്രപ്പോസൽ എന്ന് പറയുമ്പോൾ സജഷൻ എന്നാണ് അർത്ഥം എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു മാര്യേജ് പ്രപ്പോസൽ ആണ് അല്ലെ. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ശുഭകാര്യം നടക്കാൻ പോകുന്നു എന്നാണല്ലോ നമ്മളൊക്കെ വിചാരിക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെ ഈ കഥയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടുത്തെ ലാൻഡ് ഓണറിന്റെ പേര് എന്താണ്? ചുബുക്കോവ്. സ്റ്റീഫൻ സ്റ്റെപ്നോവിക് ചുബുക്കോവ് എന്നാണ് പേര്. അതുപോലെ തന്നെ അയാളുടെ മകളുണ്ട്. അവളുടെ പേര് നതാലിയ സ്റ്റെപ്പനോവന എന്നാണ്. അവൾക്ക് 25 ഇയേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ അവരുടെ ഒരു നൈബർ ഉണ്ട്. ആ നൈബറിന്റെ പേര് എന്താണ്? ഇവാൻ വസ്ലേവിച്ച് ലുമോവ് എന്നാണ്. അയാളെ കുറിച്ച് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? എ ലാർജ് ആൻഡ് ഹേർട്ടി ബട്ട് വെരി സസ്പീഷ്യസ് ലാൻഡ് ഓണർ. അപ്പൊ അയാള് നല്ല ഹേർട്ടി ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെങ്കിൽ എന്താണ്? ഒരു സസ്പീഷ്യസ് മൈൻഡ് ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഒരു ലാൻഡ് ഓണറും കൂടിയാണ്. അപ്പൊ ഇവര് മൂന്നും എന്തൊക്കെയാണ് സംഭാഷണം ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞുള്ള ഒരു മാരേജ് പ്രപ്പോസൽ ആണ്. അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. ആ ലാൻഡ് ഓണറിന്റെ മകളെ ആലോചിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യാനായിട്ട് അയൽവാസിയായ ആ ലാൻഡ് ഓണർ ചെല്ലുന്നതാണ് രംഗം. അപ്പൊ ആദ്യത്തെ രംഗം എന്ന് പറയുന്നത് എന്താണ്? എ ഡ്രോയിങ് റൂം ഇൻ ചുബുക്കോസ് ഹൗസ്. ആദ്യം നമ്മൾ കാണുന്നത് ചുബുക്കോവിന്റെ ഡ്രോയിങ് റൂം ആണ് കാണുന്നത്. അപ്പോൾ ആ ചുബുക്കോവ് അവിടെ ഇരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ലൊമോവ് എൻറ്റേഴ്സ്. ലൊമോവ് അവിടേക്ക് കയറി വരുന്നു. വെയറിംഗ് എ ഡ്രസ് ജാക്കറ്റ് ആൻഡ് വൈറ്റ് ഗ്ലൗസ്. അദ്ദേഹത്തിന്റെ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് നല്ല എന്താണ്? നല്ല നമ്മുടെ ഫംഗ്ഷന് ഈവൻസിനൊക്കെ പോയില്ലേ, കല്യാണത്തിനോ അങ്ങനെ നല്ല നല്ല ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ടൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തില്ലേ പോവാറുള്ളത്. അതുപോലെ അയൽവാസിന് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളാണ്. പക്ഷെങ്കില് അവിടെ വന്നപ്പോഴത്തേനും ഭയങ്കരമായുള്ള രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്താണ് അയാള് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ വൈറ്റ് ഗ്ലോവ്സും അപ്പൊ ജാക്കറ്റ് ഒക്കെ ധരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ചുബുക്കോ റൈസ് ടു മീറ്റ് ഹിം. അപ്പൊ അയാളെ കണ്ടപ്പോഴത്തേനും ചുബുക്കോവ് പെട്ടെന്ന് എഴുന്നേറ്റ് അയാളെ മീറ്റ് ചെയ്യാനെ കൊണ്ട് എഴുന്നേറ്റ് കേട്ടോ. അപ്പൊ ആദ്യം ചുബുക്കോവാണ് സംഭാഷണം ആരംഭിക്കുന്നത്. മൈ ഡിയർ ഫെലോ, whom do I see? Ivan Vasilevich, I am extremely glad. Squeezes his hand. Now this is a surprise. My darling, how are you? അപ്പോഴെന്താണ്? മൈ ഡിയർ ഫെലോ, whom do I see? എന്ന് മലയാളത്തിൽ പറയാല്ലേ, ഇത് ആരാണ്, ആരായി വരുന്നേ, ഇങ്ങനൊക്കെ പറയാറില്ലേ? അതുപോലെ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവാൻ വാസ്ലിവിച്ച്, ഐ എം എക്സ്ട്രീംലി ഗ്ലാഡ്. എക്സ്ട്രീംലി ഗ്ലാഡ് കൊണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടതിൽ. നിങ്ങൾ കാരണം എന്താണെന്നറിയാമോ? ഇവർ അയൽവാസിയാണെങ്കിൽ കൂടിയും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാറൊന്നുമില്ല. അതുകൊണ്ട് കാണാറുമില്ല, വരാറുമില്ല. അപ്പം വളരെ അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ടായി. സ്ക്വീസസ് ഹിസ് ഹാൻഡ് എന്ന് വെച്ചാൽ കൈ പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയ്ക്കാനൊക്കെ കൊടുത്തവരെ വെൽക്കം ചെയ്യാണ് വീട്ടിലേക്ക് കേട്ടോ. നൗ ദിസ് ഈസ് എ സർപ്രൈസ്. എന്തൊക്കെ പറഞ്ഞാൽ ഇതൊരു സർപ്രൈസ് തന്നെയാണ്. നിങ്ങൾ ഞങ്ങളുടെ അയൽവാസി ആണെങ്കിൽ കൂടെയും വളരെ ദൂരെയുള്ള ഒരാള് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നതുപോലെയുള്ള ഒരു ഫീലാണ്. കാരണം എന്താന്ന് ചോദിച്ചാല് വളരെ നാളുകളായി ഇവര് പരസ്പരം കണ്ടിട്ടോ വീട്ടിലേക്ക് വരികയൊക്കെ ചെയ്തിട്ട് കേട്ടോ. മൈ ഡാർലിംഗ്, ഹൗ ആർ യു? അങ്ങനെ ചോദിക്കുന്നു. അപ്പൊ ലൊമോവ് മറുപടി പറയും, താങ്ക് യു ആൻഡ് ഹൗ മേ യു ബി ഗെറ്റിംഗ് ഓൺ. എന്ന് വെച്ചാൽ എന്താണ്? അവര് തിരിച്ചും ആ വിശേഷം ചോദിക്കുകയാണ്. അപ്പൊ എനിക്ക് സുഖമാണ്, അല്ലെങ്കിൽ നന്ദി, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് സുഖമാണോ എന്ന്, ഹൗ ഡു യു ഡു അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? അപ്പൊ അതുപോലെ ചോദിക്കുകയാണ്.
Chubuko, we just get along somehow, my angel, thanks to your prayers and so on. എന്ന് വെച്ചാല് എന്താണ് മൈ ഏഞ്ചൽ എന്നൊക്കെ അയാളെ അഭിസംബോധന ചെയ്യുകയാണ്. നന്ദി, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ വളരെയധികം നന്ദി. എന്തായാലും ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു. ഞങ്ങള് എന്താണ് നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉള്ളത് കൊണ്ട് എന്താണ് ഞാൻ സുഖമായി ഇരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു അല്ലെ. So that please do now. Okay, എന്ത് ചെയ്യും ഇരുന്നാട്ടെ. Now you know you shouldn't forget all about your neighbors. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നൈബേഴ്സിനെ അയൽവാസികളെ ഒക്കെ വല്ലപ്പോഴും ഒന്ന് ഓർക്കുകയൊക്കെ വേണേ. ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ. My darling, my dear fellow, why are you so informal in your getup? Evening dress, gloves and so on. Can you be going anywhere, my treasure? അപ്പൊ എന്താണ് my dear, ഇത് നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയതായിരിക്കും. വരുന്ന വഴിക്ക് ഇവിടെ ഒരുപക്ഷെ കയറിയതാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും ഉണ്ടോ? എന്തിനാണ് നിങ്ങൾ ഇത്രയ്ക്കും നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത്? ഫോർമൽ ഡ്രസ്സിലാണല്ലോ, എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്നു. ലോമോ, നോ, ഐ ഹാവ് കം ഓൺലി ടു സീ യു. എന്ന് വെച്ചാല് അല്ല, എനിക്ക് വേറെ ഫംഗ്ഷൻ ഒന്നുമില്ല, ഞാൻ വന്നത് നിങ്ങളെ കാണാൻ തന്നെയാണ്. ഓണേഡ് സ്റ്റെപ്പാൻ സ്റ്റെപ്പനോവിക്. ചുബുക്കോ, then why are you in evening dress? ഓക്കെ, നീ എന്നെ കാണാനായിട്ട് വന്നത് എങ്കില് സാധാരണ നോർമൽ ഡ്രസ്സിൽ വന്നാൽ പോരെ, എന്തിനാണ് ഇങ്ങനത്തെ ഈവനിങ് ഡ്രസ്സിൽ വരുന്നത്? ഈവനിങ് ഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ഒക്കെ വിയർ ചെയ്യുന്ന ഡ്രസ് അല്ലേ നമ്മുടെ ഈവനിങ്. അതായത് ഇത് റഷ്യൻ സ്റ്റോറിയാണ് കേട്ടോ. അതുപോലെ തന്നെ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ടും ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നത് എപ്പോഴാണ്? ഈവനിങ് നൈറ്റ് സെഷൻസ് ഒക്കെയാണ്. അപ്പോൾ അതുപോലെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഇപ്പോൾ എൻ്റെ അടുത്തോട്ട് വരേണ്ട വല്ല ആവശ്യമുണ്ടോ? സാധാരണ രീതിയിൽ ഇങ്ങനെ വന്നാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, then why are you in evening dress, my precious? As if you are paying a New Year's Eve visit. അപ്പൊ New Year's Eve ഒക്കെ അല്ലേ, അപ്പൊ ആ സമയത്തൊക്കെ വരുമ്പോഴുള്ള അടിപൊളി ഡ്രസ്സ് പോലൊക്കെയാണ് നിന്റെ ഇപ്പോഴത്തെ ഡ്രസ്സ് കണ്ടാല്. ലമോ, well you see it's like this, takes his hand, I have come to you. ഓക്കെ, അതുപോലൊക്കെ തന്നെയാണ്. പക്ഷെങ്കില് ഞാൻ നിന്നെ കാണാനായിട്ടാണ് വന്നത്. ഓണേഡ് സ്റ്റെപ്പനോവിച്ച് to trouble you with a request. എന്ന് വെച്ചാല് ഞാനൊരു റിക്വസ്റ്റുമായിട്ടാണ് നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. Not once or twice have I already had the privilege of applying to you for help and you have always. എന്ന് വെച്ചാല് നിന്നോട് ഒരു പ്രാവശ്യമല്ല, ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ഒക്കെയും നിന്നോട് ഈ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രിവിലേജ്, ഒരു അവകാശം എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് ചോദിക്കുന്നത്. നീ എന്നെ സഹായിക്കുകയും ചെയ്യൂ. ഹാവ് ഓൾവേസ്. സോ ടു സ്പീക്ക്, ഐ മസ്റ്റ് ആസ്ക് യുവർ പാർഡൻ. പാർഡൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പായിട്ട് ഒരു ക്ഷമ ചോദിക്കുന്ന, ഫോർഗീവ്, ക്ഷമ ചോദിക്കുന്ന രീതിയിൽ. ഐ ആം ഗെറ്റിംഗ് എക്സൈറ്റഡ്. എനിക്കത് പറയാൻ ഞാൻ തുടങ്ങിയാണ്, പക്ഷെ എന്താണ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് സ്റ്റാർട്ടിങ് പ്രോബ്ലം അല്ലേ, എനിക്കത് പറയാനായിട്ട് വളരെ ആഗ്രഹമുണ്ടെങ്കിലും ഭയങ്കര ഞാൻ വളരെ എക്സൈറ്റ്മെന്റിലാണ്. ഐ ഷാൽ ഡ്രിങ്ക് സം വാട്ടർ ഓൺ എ സ്റ്റെപ്പനോവിക്. അതെ, എനിക്ക് അത് പറയുന്നതിന് മുമ്പായിട്ട് അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മാറ്ററാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണം. എന്നിട്ട് അയാള് വെള്ളം കുടിക്കുന്നു. ചുബുക്കോ ഡ്രിങ്ക്സ്, ചുബുക്കോ എസൈഡ്. അപ്പൊ അയാളിങ്ങനെ എസൈഡ് എന്ന് പറഞ്ഞാൽ അയാളിങ്ങനെ ഉള്ളിൽ പറയുകയാണ്, എന്ത്, ഹി ഈസ് കമ്മിങ് ടു ബോറോ മണി. എനിക്ക് തോന്നുന്നു ഇയാൾ ഇങ്ങനെ കുറെ നാളുകൾക്ക് ശേഷമായിട്ടാണ് എന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട്, ഇയാൾക്ക് വെള്ളമൊക്കെ കുടിക്കുന്നു. അപ്പൊ എന്തായിരിക്കും പറയാൻ പോകുന്നത്? എനിക്ക് എന്തായാലും അറിയാം. എന്താണ് വിഷയം? മിക്കവാറും കാശ് ചോദിക്കാൻ വന്നതായിരിക്കാം. കാശ് എന്താണ് ബോറോ ചെയ്യും, കടം ചോദിക്കാൻ വന്നതായിരിക്കും. ഷാൻ ഗീവ് ഹിം മനി. ഞാനൊരു 5 പൈസ അയാൾക്ക് കൊടുക്കില്ല. Allowed. What is it, my beauty? Okay, എന്താണ് ഇതിന് ശബ്ദം ഉയർത്തി ചോദിക്കാന്? എന്താണ് my beauty? പറയൂ. ലോമോ, you see, honored Stephanie, I beg pardon, Stephen Honore. I mean, I'm all awfully excited. As you will you please notice, in short, you alone can help me. അപ്പൊ ഞാൻ വളരെ എക്സൈറ്റഡ് ആണെന്ന് നീ ഓൾറെഡി നിനക്ക് മനസ്സിലായി കാണുമല്ലോ. പക്ഷെ നീ എന്നോട് ക്ഷമിക്കണം. എന്താണ്? ഇപ്പൊ നീ എന്നെ ഓൾറെഡി എന്റെ ലുക്കൊക്കെ നോക്കിയിട്ട് മനസ്സിലായി കാണുമായിരിക്കാം. ഞാൻ വളരെ എക്സൈറ്റഡ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാല് യു എലോൺ ക്യാൻ ഹെൽപ്പ് മീ. നിനക്ക് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ.
അല്ലെ? അപ്പൊ ദോ ഐ ഡോണ്ട് ഡിസർവ് ഇറ്റ്, ഓഫ് കോഴ്സ് എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെങ്കില് എന്താണ്, ഞാൻ അതിന് ഡിസർവ് അല്ല, ഞാനൊരു റിക്വസ്റ്റുമായിട്ടാണ് നിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. പക്ഷെങ്കില് അതിന് ഞാൻ ഒരിക്കലും യോഗ്യതയുള്ളവൻ അല്ല, അല്ലെ? ഐ ഡോണ്ട് ഡിസർവ് ഇറ്റ്, ഓഫ് കോഴ്സ് ആൻഡ് ഹാവിന്റ് എനി റൈറ്റ് ടു കൗണ്ട് ഓൺ യുവർ അസിസ്റ്റൻസ്. നിങ്ങളുടെ സഹായം ചോദിക്കുന്നതിന് വേണ്ടി എന്താണ് അങ്ങനെ ചോദിക്കാനുള്ള ഒരു റൈറ്റ് പോലും എനിക്കില്ല എന്നാണ് അയാൾ പറഞ്ഞത്. ചുബുക, ഓ എന്താണ് നിങ്ങൾ ഇങ്ങനെ, നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ മൂക്കേൽ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വന്ന് തൊടേണ്ട ആവശ്യമൊന്നുമില്ല. നീ അതിലെ ഇതിലും കൂടെ പോയി നിങ്ങളുടെ സംസാരത്തെ ഇങ്ങനെ നീട്ടിപ്പിക്കാതെ നീ കാര്യത്തിലേക്ക് കടക്കൂ. എന്താണ് അതൊക്കെ സ്പിറ്റ് ഔട്ട് എന്ന് പറയാൻ, തുപ്പിക്കളയാൻ പറഞ്ഞതാണ്. അതൊക്കെ കളയാനാണ് പറയുന്നത്. അതൊക്കെ കളഞ്ഞിട്ട് നീ മാറ്ററിലേക്ക് വാ. ലോമോ, വൺ മൊമെന്റ്, ഒരു നിമിഷം. This is very minute. The fact is, I have come to ask the hand of your daughter, Natalia Stepanovna, in marriage. Okay, നമുക്ക് കാര്യത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കടക്കാം. എന്താണ് ആ കാര്യം? I have come to ask the hand of your, നിന്റെ ഡോട്ടറിന്റെ കൈ പിടിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അവളെ നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്ന് അയാൾ അറിയിച്ചു, അല്ലെ? അപ്പോഴ് ലൊമോ പറഞ്ഞത് കേട്ടപ്പോഴേക്കും ചുബുക്കോവിന് എന്ത് സംഭവിച്ചു? വളരെ സന്തോഷമായി. എന്ന് വെച്ചാൽ ഇയാൾ എന്തോ ഇത് പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ, അല്ലെ? അപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കരധികം സന്തോഷമായി ചുബുക്കോവിന്. ജോയ്ഫുള്ളി, സന്തോഷത്തോടെ, ബൈ ജോവ്, ദൈവത്തിന്റെ കൃപയാൽ, ഇവാൻ വാസ് ലിവിങ്. സേ ഇറ്റ് അഗൈൻ, ഐ ഡിഡ്ന്റ് ഹിയർ ഇറ്റ് ഓൾ. ഒന്നുകൂടി പറഞ്ഞേ, എനിക്ക് മനസ്സിലായില്ല, ഞാൻ കേട്ടില്ല, അല്ലെ? ലോമോ, ഐ ഹാവ് ദ ഓണർ ടു ആസ്ക്. വളരെ എന്താണ് റെസ്പെക്റ്റോടുകൂടി തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്, അല്ലെങ്കിൽ ചോദിക്കുകയാണ്. അപ്പോഴെന്ത് ചുബുക്കോ ഇന്ററപ്റ്റിംഗ്. അപ്പൊ അയാൾ ലൊമോ ആ വാക്ക് പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇയാള് ഇന്ററപ്റ്റ് ചെയ്യാണ്. എന്താണ് ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കയറി പറയുന്നത്, അല്ലെ? പറയുന്നത്, മൈ ഡിയർ ഫെലോ, ഐ ആം സോ ഗ്ലാഡ് ആൻഡ് സോ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ്, ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ആൻഡ് സോ നൈസ് ഇൻ നീഡ് ആൻഡ് ഓൾ ദോട്ട് സോർട്ട് ഓഫ് തിങ്, എംബ്രേസസ് ആൻഡ് കിസ്. അയാൾക്ക് അയാളുടെ സന്തോഷം അടക്കാൻ പറ്റാതെ അയാൾ എന്തൊക്കെയോ ചെയ്യുകയാണ്. അയാൾ എംബ്രേസ് ചെയ്യുന്നുണ്ട്, കിസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഹഗ് ചെയ്യുന്നു ലൊമോവിനെ. ഐ ഹാവ് ബീൻ ഹോപ്പിംഗ് ഫോർ ഇറ്റ് ഫോർ എ ലോങ് ടൈം. എന്താണ് കാരണം? ഞാൻ ഈ ഒരു വാർത്ത കേൾക്കാനായിട്ട് കുറേ നാളുകളായിട്ട്, അല്ലെ, ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന, വെയിറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് എന്റെ ജീവിതത്തിൽ ഇന്ന് എന്റെ ചെവിയിലൂടെ ഞാൻ കേട്ടത്. അതുകൊണ്ട് ആ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെ? ഇറ്റ്സ് ബീൻ മൈ കണ്ടിന്യൂൽ ഡിസയർ ഷെഡ്സ് എ ടിയർ. അപ്പോൾ എനിക്കിത് വളരെ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇത്. അപ്പോൾ ഇത് നിന്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഇയാൾക്ക് സന്തോഷമാണ് ഒരു പിതാവ് എന്ന നിലയിൽ തന്റെ മകള് അല്ലെങ്കിൽ അയാളെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് ആ വാർത്ത അയാൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ആ സന്തോഷ അശ്രു എന്നൊക്കെ പറയല്ലേ, അപ്പൊ സന്തോഷം കൊണ്ട് അയാള് ഇങ്ങനെ കണ്ണുനീര് പൊഴിയുകയാണ് കേട്ടോ. ആൻഡ് ഐ ഹാവ് ഓൾവേസ് ലവ്ഡ് യു മൈ ഏഞ്ചൽ ആസ് ഇഫ് യു വെർ മൈ ഓൺ സൺ. ഞാൻ എൻ്റെ ഒരു സ്വന്തം മോനെ പോലെയാണ് നിന്നെ സ്നേഹിച്ചിരുന്നത്. മേ ഗോഡ് ഗീവ് യു ബോത്ത് ഹിസ് ഹെൽപ്പ് ആൻഡ് ഹിസ് ലവ് ആൻഡ് സോ. ദൈവം നിന്നെ സ്നേഹവും സഹായവും എല്ലാം നൽകി തരട്ടെ. ആൻഡ് his help and his love and so on and so much hope. What I am behaving in this idiotic way for. അപ്പൊ നിനക്ക് തോന്നുമായിരിക്കും ഞാനിപ്പോ ഒരു ഭ്രാന്തനെ പോലെ, ഒരു ബുദ്ധിയില്ലാത്തതിനെ പോലെ പെരുമാറുന്നെന്ന് തോന്നുന്നതേ. ഐ ആം ഓഫ് മൈ ബാലൻസ് വിത്ത് ജോയ്. സന്തോഷം കൊണ്ട് എന്ത് സംഭവിച്ചു? എന്റെ ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്ത് ബാലൻസ്? എന്റെ കൺട്രോൾ പോയ പോലെയാണ്. അബ്സല്യൂട്ട്ലി ഓഫ് മൈ ബാലൻസ്. തീർച്ചയായിട്ടും എനിക്കൊരു കാര്യം എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്, ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ, ഒരു മാട് പോലെയായി. എന്താണ് മാഡ് എന്ന് വെച്ചാല് ഒരു ഭ്രാന്തനെ പോലെ എന്ന് വെച്ചാൽ സന്തോഷം കണ്ട്, അല്ലെ? അങ്ങനെ ആയതുപോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. ഓ വിത്ത് ഓൾ മൈ സോൾ ഐ വിൽ ഗോ ആൻഡ് കോൾ നതാഷ ആൻഡ് ഓൾ ദാറ്റ്. എന്ന് വെച്ചാൽ നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഓടിപ്പോ എന്റെ മോളോട് ഈ കാര്യം പറയാം, അവളെ ഞാൻ വിളിച്ചോണ്ട് വരാം. നതാഷ എന്ന് പറഞ്ഞാൽ നതാലിയെ തന്നെയാണ് കേട്ടോ. ലൊമോ ഗ്രേറ്റ്ലി മൂവ്ഡ് ഓണേർഡ് സ്റ്റെപ്പനോവിച്ച്. ഡു യു തിങ്ക് ഐ മേ കൗണ്ട് ഓൺ ഹെർ കൺസെന്റ്? അപ്പോൾ ഇത് ഇയാൾ അവളുടെ ഇയാൾ
എക്സൈറ്റ്മെന്റിലാണ്, ഇങ്ങനെ ടെൻഷനൊക്കെയാണ് ഈ കാര്യം പറഞ്ഞ ഇത് തന്നെ. അപ്പൊ ഇത് എങ്ങനെയോ പറഞ്ഞു വലിപ്പിച്ചു. ഇനിയിപ്പോ മോളോട് പറയുമ്പോൾ എന്തായിരിക്കും കൺസെന്റ്, അവള് സമ്മതിക്കുമോ, അവിടെ റിപ്ലൈ എന്തായിരിക്കും, പ്രതികരണം എന്തായിരിക്കും എന്നൊക്കെ അറിയാനൊക്കെ ഉണ്ട്. ഇയാൾക്കൊരു ടെൻഷൻ ഉണ്ട്. അപ്പൊ ഇയാള് പറയാണ്, why of course my darling, and as if she won't consent, she is in love again, she is like a lost cat and so on shan't be long. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നീ പേടിക്കേ വേണ്ട. നിങ്ങളെ ഇഷ്ടത്തിലാണ്, അല്ലെങ്കിൽ അവൾക്ക് നിന്നെ ഉറപ്പായിട്ടും ഇഷ്ടമാണ്. നിങ്ങളെ ഇഷ്ടം, she is in love, അവള് നീയുമായിട്ട് എന്താണ് ഇഷ്ടത്തിലാണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആ സ്നേഹത്തെ പറയാണ്, അല്ലെങ്കിൽ ആ സന്തോഷം കൊണ്ട് പറയുകയാണ് അല്ലെ, അവള് എന്താണ് ഒരു ലവ് സിക്ക് ക്യാറ്റ് ആണെന്നൊക്കെ പറയുന്നു. എന്തായാലും അയാള് അതൊക്കെ പറഞ്ഞിട്ട് അവളെ വിളിക്കാനായിട്ട് പോയി. അപ്പം ലൊമോവ് തന്നെ അവിടെ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ഓർക്കണം, ഇതൊരു ഡ്രാമയാണ്, പ്ലേ ആണ്, ഒരു സീനിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇത്ര അല്ലെ. ഇറ്റ്സ് കോൾഡ്. അപ്പൊ അയാൾക്ക് ഇങ്ങനെ അവളെ വിളിക്കാനായിട്ട് പോയപ്പോഴത്തേന് ഇയാൾക്ക് ഇങ്ങനെ തണുപ്പ് അനുഭവപ്പെടുന്ന പോലെ അല്ലെ. അപ്പൊ എന്താണ്, ഐ ആം ട്രെംബ്ലിങ് ഓൾ ഓവർ. അപ്പൊ തണുത്തിട്ട് ഇങ്ങനെ വിറയ്ക്കുന്ന പോലെയൊക്കെ. ജസ്റ്റ് ആസ് ഇഫ് ഐ ഗോട്ട് ആൻ എക്സാമിനേഷൻ ബിഫോർ മീ. അതായത് എക്സാമിനേഷനൊക്കെ മുമ്പ് എന്തുണ്ടാകും, നമുക്കൊരു പേടിയും വിറയലൊക്കെ ഉണ്ടാവില്ലേ. നമ്മൾ എന്തെങ്കിലും പോകാൻ പറ്റിയിട്ട് എക്സാമിനേഷനോ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഇപ്പോൾ ഈ CBSE ബോർഡ് എക്സാമിന് തൊട്ട് പുറകിലൊക്കെയാണ്. എത്ര പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഒരു ടെൻഷനൊക്കെ മനസ്സിലുണ്ടാകാറില്ലേ. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുന്നിൽ എന്തെങ്കിലും നമ്മളെ പേടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ വരുത്തുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളും, വേദന, അവിടെ വേദന, ഇവിടെ വേദന, അങ്ങനെ സംഭവങ്ങളൊക്കെ തലചുറ്റലൊക്കെ ഉണ്ടാകാറില്ലേ. എന്ന് പറയുന്നത് ഇയാളെ വിറയ്ക്കാൻ തുടങ്ങി, തണുക്കാനൊക്കെ തുടങ്ങിയപ്പോൾ എന്താ അതിന്റെ സിംറ്റംസ് ആണ് ആ ടെൻഷന്റെ അല്ലെ, ആ എക്സൈറ്റ്മെന്റിന്റെ എന്താവും എന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയുടെ ഒക്കെ ഒരു ഇതല്ലേ. അപ്പൊ അയാൾ തന്നെ ചിന്തിക്കാണ്, ദ ഗ്രേറ്റ് തിങ് ഈസ് ഐ മസ്റ്റ് ഹാവ് മൈ മൈൻഡ് മേഡ് അപ്പ്. അപ്പൊ ഞാൻ എന്നെ തന്നെ എന്റെ മൈൻഡിനെ ഒന്ന് സെറ്റ് ആക്കണം. ഞാൻ ഇങ്ങനെ പേടിച്ച് പറിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്റെ മനസ്സിനെ ഞാനൊന്ന് ഒരുക്കണം. If I give myself time to think, to hesitate, to talk alone, to look for an ideal or for real love, then I will never get married. അപ്പൊ ഞാൻ ഈ give myself time, അപ്പൊ ഞാൻ എന്റെ വിവാഹത്തെ കുറിച്ച് ഇങ്ങനെ അങ്ങ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ഇത് ഹെസിറ്റേറ്റ് അല്ലെങ്കിൽ ടോക്ക് ലോട്ട് അതിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നാൽ എന്താണ്, ഇതൊന്നും ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. അപ്പം ടു ലുക്ക് ഫോർ ആൻ ഐഡിയൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ തന്നെ എനിക്ക് വേണം. ചിലരൊക്കെ പറയാറില്ല, എനിക്ക് എല്ലാം തികഞ്ഞ ഒരു പെൺകുട്ടിയെ വേണം എന്നൊക്കെ. അല്ലാതെ ഒത്തിരി മുടി വേണം, അല്ലെങ്കിൽ സൗന്ദര്യം വേണം, വിദ്യാഭ്യാസം വേണം, അങ്ങനെ എല്ലാവരും, അല്ലെങ്കിൽ റിച്ച് ആയിരിക്കണം, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഒത്തിരിയും പേര് നിങ്ങൾക്കറിയാമോ പിന്നീട് വിവാഹം കഴിക്കാതെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ലാസ്റ്റിൽ പോയി ആരെങ്കിലും ഒരാളെ ഇങ്ങനെ വിവാഹം കഴിക്കേണ്ട അവസ്ഥയൊക്കെ വരുന്ന ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ. എന്ന് വെച്ചാൽ അതൊന്നും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നാൽ ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല അല്ലെ. അല്ലെങ്കിൽ ദൈവം വിചാരിക്കുന്ന അവർക്ക് ആയുസ് ചിലപ്പോൾ ഇതെല്ലാം തികഞ്ഞവരൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ ആയുസ് കാണത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും ചിന്തിച്ച് എനിക്ക് തല ഇങ്ങനെ വെറുതെ എന്താണ് എന്റെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടാവുന്ന ആവശ്യമില്ല അല്ലെ. then I will never get. ഇപ്പൊ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നാല് അതൊരിക്കലും എനിക്ക് ഇനി കല്യാണമേ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യില്ല, നടക്കില്ല. ഇറ്റ് ഈസ് കോൾഡ് എന്ന് വെച്ചാല് എന്തൊക്കെ പറഞ്ഞാൽ എന്നെ തണുക്കുന്നുണ്ട്. ആൻഡ് നതാലിയ സ്റ്റെപ്പനോവ്ന ഈസ് എൻ എക്സലന്റ് ഹൗസ് കീപ്പർ. അവൾക്ക് അവളെ ഓൾറെഡി അറിയാം, അയൽപക്കത്തുള്ള പെൺകുട്ടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അറിയാമോ അവളെ കുറിച്ച് ഏകദേശം ധാരണയൊക്കെ ഉണ്ട്. അപ്പൊ അവളെ ഹൗസ് കീപ്പർ ഉണ്ട്, നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു ഹൗസ് കീപ്പർ ആണ്. അതുപോലെ തന്നെ നോട്ട് ബാഡ് ലുക്കിംഗ്, അവളെ കാണാൻ അത്ര മോശമൊന്നുമല്ല, വീട്ടിൽ സൗന്ദര്യമൊന്നും ഇല്ല എങ്കിൽ പോലും അത്യാവശ്യം എന്താണ് സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ്, വെൽ എഡ്യൂക്കേറ്റഡും ആണ്, നല്ല വിദ്യാഭ്യാസം ഉണ്ട്. പോരെ അല്ലെ, എന്താണ് ഇനി വേണ്ടത്? വാട്ട് മോർ ഐ ഡു വാണ്ട്, ഇതിൽ കൂടുതൽ എന്താണ് എനിക്ക് വേണ്ടിയതെന്നാണ് പറയുന്നത്. വൈക്കോൽ അല്ലെ. അപ്പൊ വൈക്കോലൊക്കെ അത് മിക്കവാറും നനഞ്ഞ കാലത്ത് നശിച്ചു പോകാനായിട്ട് ഇടയായി തീരും. എന്ന് വെച്ചാൽ ഇന്നലെ മഴയായിരുന്നല്ലോ.
അത് കാരണത്താല് ഹൗ മച്ച് ഹേ ഹാവ് യു സ്റ്റാക്ഡ് ജസ്റ്റ് തിങ്ക്. അപ്പൊ ഐ ഫെൽറ്റ് ഗ്രീഡി. അപ്പൊ എന്റെ അത്യാഗ്രഹം മൂലം ഒരു കാര്യം സംഭവിച്ചത് എന്താണ്, ആൻഡ് ഹാഡ് എ ഹോൾ ഫീഡ്. അപ്പൊ ഫീഡിലെ എല്ലാ ക്രോപ്സ് എന്ത് ചെയ്തു, ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിരുന്നല്ലേ. അപ്പൊ നൗ ഐ ആം നോട്ട് ഓൾ. ഇപ്പൊ ഞാൻ വളരെ പ്ലീസ്ഡ് അല്ല, സന്തോഷവതി അല്ല. കാരണം എന്താ വെച്ചാല് ഈ മഴ കാരണം ഇത് മൊത്തം നശിച്ചു പോവുമോ, അല്ലെങ്കിൽ മൊത്തം എന്താണ് മൊത്തം വെള്ളം പറ്റി കഴിഞ്ഞപ്പോ ഇത് കൊള്ളില്ലല്ലോ. ഡ്രൈഡ് എന്താണ് ഗ്രാസ് ആണല്ലോ, അപ്പൊ അത് കൊള്ളില്ല. അപ്പൊ അത് ഓർത്ത് എനിക്കൊരു ടെൻഷൻ. വൈ യു ആർ ഇൻ ഈവനിങ് ഡ്രസ്. ഓക്കെ, അതൊക്കെ പോട്ടെ. ക്ഷമിക്കണം. Because I am afraid of my hair may not. I ought to have waited a bit, but what is this? Okay, അവൾ അതൊക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് പറയാണ്. ഓക്കെ, അതൊക്കെ പോട്ടെ. എന്താണ് നിങ്ങൾ ഈവനിങ് ഡ്രസ്സിലാണല്ലോ വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ഡ്രസ്സിൽ നിങ്ങൾ വന്നിരിക്കുന്നത്? ഐ നെവർ ആർ യു ഗോയിങ് ടു. ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ ഇങ്ങനെ ഈ ഡ്രസ്സിലൊക്കെ ഇവിടെ വരുന്നൊന്നും. ആർ യു ഗോയിങ് ടു എ ബോൾ ഓർ വാട്ട് ത്രൂ? ഐ മസ്റ്റ് സേ യു ലുക്ക് ബെറ്റർ. ടെൽ മീ വൈ ആർ യു ബോട്ടം ലൈക്ക് ദാറ്റ്. എന്ന് വെച്ചാല് പറയൂ, എന്താണ്, എവിടെയെങ്കിലും പോവാണോ, എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യത്തിനായിട്ട് പോവാണോ, എന്താണ്, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. അപ്പൊ പറയൂ, എന്താണ് ഈ ഡ്രസ്സ് ഇങ്ങനെ ധരിക്കാനുള്ള കാരണം, ഇങ്ങനെ വെയർ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചേക്കാൻ. ലോമോ എക്സൈറ്റഡ്. യു സീ ഓണർ നതാലിയ സ്റ്റെപ്പ് നൗ. അപ്പൊ അത്രയും അവളാണ് കൂടുതൽ വന്നിരുന്നപ്പോ തൊട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോഴത്തന്നെ ഇയാൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് കൂടി, എക്സൈറ്റഡ് ആണ്. യു സീ. അപ്പം വളരെ ബഹുമാനപ്പെട്ട, എപ്പോഴും ഓണർ ചേർക്കാൻ ഇവര് ശ്രദ്ധിച്ചായിരുന്നു. ഇവര് പിതാവിനോട് സംസാരിക്കുമ്പോൾ വളരെ റെസ്പെക്ട്ഫുള്ളി ആണ് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവളെ വിവാഹത്തിന് പ്രപ്പോസ് ചെയ്യാമെന്നാണെങ്കിൽ കൂടി വളരെ റെസ്പെക്റ്റോട് കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ലൊമോവയുടെ അല്ലെ. അപ്പൊ ദ ഫാക്ട് ഈസ് ഐ ഹാവ് മെയ്ഡ് അപ്പ് മൈ മൈൻഡ് ടു ആസ്ക് യു ടു ഹിയർ മീ ഔട്ട്. ഓഫ് കോഴ്സ് യു വിൽ ബി സർപ്രൈസ്ഡ് ആൻഡ് പെർഹാപ്സ് ഈവൻ ആംഗ്രി, ബട്ട് എ സൈഡ് ഈസ് ഓഫ്ലി കോൾഡ്. അപ്പൊ അയാൾ പറയാണ്, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനായിട്ട് ഉണ്ടായിരുന്നു, ചോദിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം അത് നീ കേൾക്കുമ്പോൾ ഒരു പക്ഷെ നീ ചിലപ്പോൾ സർപ്രൈസ്ഡ് ആകാൻ ചാൻസ് ഉണ്ട്, അല്ല ചിലപ്പോൾ അതല്ല എങ്കിൽ നീ എന്താണ് ആംഗ്രി, അതായത് ദേഷ്യപ്പെടാനൊക്കെ ഇടയായി തീരും. എന്നാലും മനസ്സിൽ ഇങ്ങനെ പറയാണ്, ഓഫുള്ളി കോൾഡ് എന്ന് പറയാണ്. നതാലിയ, വാട്ട്സ് മാറ്റർ? ഓ, അവള് പിന്നെ ചോദിക്കാൻ, അപ്പൊ എനിക്ക് കാര്യം പറയാൻ എനിക്ക് മനസ്സിലായില്ല. വെൽ, അല്ലെങ്കിൽ നിർത്തിയിട്ട് ചോദിക്കുന്നത്, വെൽ ലമോ ഐ ഷാൽ ട്രൈ ടു ബി ബ്രീഫ്. ഓക്കെ, ഞാൻ ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കാം. യു മസ്റ്റ് നോ, ഓണേഡ് നതാലിയ സ്റ്റെപ്പനോവ, ദാറ്റ് ഐ ഹാവ് ലോങ് സിൻസ് മൈ ചൈൽഡ്ഹുഡ് ഇൻ ഹാഡ്. ഓക്കെ, നിനക്കറിയാമോ ഒരു കാര്യം, അതായത് എന്റെ ചൈൽഡ്ഹുഡ്, അതായത് എന്റെ ചെറുപ്പം മുതൽക്കുള്ള ഒരു കാര്യത്തെ കുറിച്ച് അയാൾ ഇങ്ങനെ സംസാരിക്കുവാനായിട്ട് തുടങ്ങിയാണ്. But I am getting noise in my ears from excitement. പക്ഷെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ ഇയാളെ തന്നെ സ്വയം ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നുണ്ട്, ഐ ആം ഗെറ്റിംഗ് നോയ്സ് ഇൻ മൈ ഇയേഴ്സ് മൈ എക്സൈറ്റ്മെന്റ്. എന്റെ എക്സൈറ്റ്മെന്റ് കാരണത്തിൽ എനിക്ക് ചെവിയിൽ എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നു. അയാൾ പെട്ടെന്ന് വെള്ളം കുടിക്കുന്നു, ഡ്രിങ്ക്സ്, ആൻഡ് ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ മീ നോട്ട് ടു മാരി. അപ്പൊ അയാൾ തന്നെ ആശ്വസിപ്പിങ്ങനെ, യു ക്യാൻ ഡു ഇറ്റ് അല്ലെ. അപ്പൊ ഇത് ഒരു അസാധ്യമല്ല, ഇത് ഇമ്പോസിബിൾ അല്ല, not to marry എന്നൊക്കെ. In the first place, I am already 35, critical age, so to speak. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് 35 വയസ്സ്, അതായത് ഒരു ക്രിട്ടിക്കൽ ഏജ് ആണ്. 35 വയസ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേ അതായത് വിവാഹപ്രായം ഏകദേശം അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലേ. അപ്പം അതൊരു ക്രിട്ടിക്കൽ ഏജ് ആണ്. അപ്പം പറയാനായിട്ട് ഇൻ ദ സെക്കൻഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് ടു ലീഡ് എ ക്വയറ്റ് ആൻഡ് റെഗുലർ ലൈഫ്. അതായത് എനിക്ക് എന്താണ് ക്വയറ്റ് ആയിട്ടുള്ള, കാമായിട്ടുള്ള ഒരു റെഗുലർ ലൈഫ് ആഗ്രഹിക്കുന്ന ആളാണ്. ഐ സഫർ ഫ്രം പാൽപിറ്റേഷൻസ്. ഐ ആം എക്സൈറ്റബിൾ ആൻഡ് ഓൾവേസ് ഗെറ്റിംഗ് ഓഫ്ലി അപ്സെറ്റ്. പക്ഷെങ്കില് എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ഐ ആം സഫേർഡ് ഫ്രം പാൽപിറ്റേഷൻസ് എന്ന് വെച്ചാല് എനിക്കിങ്ങനെ ടെൻഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പം തന്നെ ഇയാള് ഭയങ്കര നെർവസ് ആവുകയാണ് ചെയ്യുന്നത്. ഇയാൾക്ക് തന്റെ മുന്നിൽ കടന്നു വരുന്ന ഒരു കാര്യത്തെ എന്താണ് ഫേസ് ചെയ്യാനായിട്ട് അയാൾക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അയാൾക്കുള്ള ഒരു മാനസിക അവസ്ഥയാണ്
അത് എപ്പോഴും ഉണ്ടാകാറുള്ളതാണ് അതല്ലേ. അറ്റ് ദിസ് വെരി മൊമെന്റ് മൈ ലിപ്സ് ആർ ട്രംബ്ലിങ്. അപ്പൊ ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും, എന്റെ ലിപ്സ് ഒക്കെ ഇങ്ങനെ വിറയ്ക്കും. ആൻഡ് there is a twitch in my right eyebrow. അപ്പൊ എന്റെ റൈറ്റ് ഐബ്രോ ഒക്കെ ഇങ്ങനെ വെട്ടുകയൊക്കെ ചെയ്യും. ആൻഡ് ബട്ട് ദ വെരി വേഴ്സ്റ്റ് ഓഫ് ഓൾ ഈസ് ദ വേ ഐ സ്ലീപ്പ്. അപ്പൊ എനിക്ക് മിക്ക രാത്രികളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ഉറക്കം കിട്ടാറില്ല രാത്രിയിൽ. അപ്പൊ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. I no sooner get into bed and begin to go when suddenly something in my left side gives a pull and I can feel it in my shoulder and head. I jump up like a lunatic, walk about a bit and lie down again. But as soon as I began to get off to sleep, there is another pull and this may happen 20 times. അപ്പൊ എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ എന്റെ ഷോൾഡർ ഇങ്ങനെ എന്തോ പുള്ളി ചെയ്യുന്നതൊക്കെ തോന്നും. അപ്പൊ അയാള് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും. അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയാൾക്ക് ബെഡിൽ തന്നെ രാത്രി സംഭവിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ ഇയാളുടെ മാനസികാവസ്ഥയെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്ത് ചെയ്യണേ, നതാലിയ സ്റ്റെഫനോന കംസിന്. അപ്പൊ നതാലിയ അവിടേക്ക് പ്രവേശിച്ചു. ഓക്കെ, അടുത്ത സീനില് നതാലിയ ഉണ്ട് അല്ലേ. നതാലിയ, well there it's you and papa said go, there is a merchant come from for his goods. How do you do, Ivan Vasilovich? അപ്പൊ അവൾക്ക് പരിചയമുള്ളതല്ലേ. അപ്പൊ well there, അമ്മ നീയായിരുന്നു ഇവിടെ വന്നത്. ആ പപ്പ എന്നോട് പറഞ്ഞു എന്താണ്, ഒരു മർച്ചന്റ്, ഒരു ബിസിനസ്സുകാരൻ വന്നിട്ടുണ്ട്, എന്തോ ഗുഡ്സിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു, അതിനെ കുറിച്ച്. അതായത് വിവാഹം എന്ന് പറയുന്ന ഒരു കച്ചവടം പോലെ എന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ടാണ് ഈ പദപ്രയോഗം ഇവിടെ വന്നേക്കുന്നത്. ഹൗ ഡു യു ഡു, അപ്പൊ എന്തൊക്കെയാണ് വിശേഷം, സുഖമാണെന്നൊക്കെ ചോദിക്കുന്നു. ലമ ഹൗ ഡു യു ഡു ഓണേഡ് നതാലിയ സ്റ്റെഫനോന. അത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറയണം. അപ്പൊ തിരിച്ചു അങ്ങനെ തന്നെ ചോദിക്കുകയാണ്. നതാലിയ, യു മസ്റ്റ് എക്സ്ക്യൂസ് മൈ ഏപ്രൺ ആൻഡ് നെഗ്ലേഗ്. എന്ന് വെച്ചാൽ നീ എന്നോട് ക്ഷമിക്കണം. അവൾ ആദ്യം പറയാണ് നീ എന്നോട് ക്ഷമിക്കണം, പെട്ടെന്ന് നീ അതിഥികളൊക്കെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമെന്നറിഞ്ഞാൽ നമ്മള് നല്ലതായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കും അല്ലെ, അല്ല എങ്കിൽ സാധാരണ ഡ്രസ്സിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ഉണ്ടാവുക. അപ്പൊ ഇവളും അതുപോലെ തന്നെയുള്ള ഡ്രസ്സിലാണ് ഏപ്രൺ ഒക്കെ വെച്ചപ്പോ എന്ന് വെച്ചാൽ കിച്ചണിലായിരുന്നു അറിയാം. അതുപോലെ നെഗ്ലിഗ് എന്ന് വെച്ചാൽ നൈറ്റ് ഡ്രസ് ഒക്കെയാണ് ഇട്ടേക്കുന്നത്. വി വെയർ ഷെല്ലിങ്, അപ്പൊ അതിന് ക്ഷമ ചോദിക്കുകയാണ് ആദ്യമായിട്ട്. വി വെയർ ഷെല്ലിങ് പീസ് ഫോർ ഡ്രൈങ്. അപ്പൊ അവര് എന്ത് ചെയ്യായിരുന്നു, പീസ് അല്ലേ, അപ്പൊ ആ പീസ് അവര് എന്താണ് പൊളിച്ചിട്ട്, ഷെല്ലിങ് എന്ന് വെച്ചാൽ അത് പൊളിച്ചിട്ട് എന്താണ് ഇങ്ങനെ ഡ്രൈ ചെയ്യാൻ വെക്കാൻ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. വൈ ഹാവന്റ് യു ബീൻ ഹിയർ ഫോർ സച്ച് എ ലോങ് ടൈം. ഒത്തിരി നാളായാലും നീ ഇങ്ങോട്ട് വന്നിട്ട്, എന്താണ് വരാതിരുന്നത്. സിറ്റ് ഡൗൺ, they seat themselves, won't you have some lunch. ഓക്കെ, ഇരുന്നാലും അപ്പം നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അപ്പൊ നമ്മൾ ഫുഡ് എടുക്കട്ടെ, അപ്പൊ ലഞ്ച് കഴിച്ചാൽ നമുക്ക് സംസാരിക്കാം, ലഞ്ച് കഴിക്കും എന്ന് പറഞ്ഞു. ലോമോ, നോ താങ്ക് യു, ഐ ഹാവ് ഹാഡ് സം ഓൾറെഡി. അപ്പൊ ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളതുകൊണ്ട് എനിക്ക് വേണ്ട. നതാലിയ, then smoke, here are the matches. ഓക്കെ, ഇതിന് അവരുടെ ഒരു ആദ്യത്തെ മര്യാദപ്പെടുന്നതായിരിക്കും അല്ലെ. അപ്പം ഫുഡ് വേണ്ടെങ്കിൽ ശരി, ഇവിടെ സ്മോക്ക് ചെയ്യും. അപ്പൊ ഇത് അവിടെ മാച്ചസ് ഒക്കെ എവിടെ ഉണ്ട്. ദ വെദർ ഈസ് സ്പ്ലെൻഡിഡ് നൗ ബട്ട് യെസ്റ്റർഡേ. അപ്പൊ ഇന്നത്തെ വെദർ എന്ന് പറയുന്നത് നല്ല കാലാവസ്ഥയാണ്. ബട്ട് യെസ്റ്റർഡേ ഇറ്റ് വാസ് സോ വെറ്റ്. അവിടെ ഇന്നലെ എന്ന് പറയുന്നത് ഭയങ്കര വെറ്റ് എന്ന് വെച്ചാൽ എന്താണ്, മഴയൊക്കെ ആയിരുന്നു. ദാറ്റ് ദ വർക്ക്മെൻ ഡിഡ്ന്റ് ഡു എനിത്തിങ് ഓൾ ഡേ. അപ്പൊ ഇന്നലെ പകല് മുഴുവൻ ഞങ്ങളുടെ ജോലിക്കാരൊന്നും ചെയ്തില്ല, കാരണം മഴയായ കാരണത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. How much they have you stacked? Just think. I felt greedy and had a whole field cut, and now I am not at all pleased about it because I am afraid my hay may rot. Hay എന്ന് വെച്ചാൽ എന്താണ് അതിന് പറയാ, എന്താണ് അതിന് പറയാ. I shall try to be brief. You must know, Honor Natalia Stepanovna, that I have long since my childhood, in fact, had the privilege of knowing your family. My late aunt and her husband, from whom, as you know, I inherited my land, always had the greatest respect for your father and your late mother. അപ്പൊ ഇയാള് അവളോട് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫാമിലി രണ്ടും തമ്മിൽ നല്ല ബന്ധമുണ്ട്. പണ്ട് മുതൽ, നമ്മുടെ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ പണ്ടുകാലം മുതലേ നമ്മുടെ ഫാമിലി തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി തുടങ്ങിയാണ്. അപ്പൊ ഇയാൾക്ക് ലാൻഡ് ഉണ്ട്. അതായത് അയാൾക്ക് ആ ലാൻഡ് കൊടുത്തത് അവരുടെ ആന്റിയും അവരുടെ ഹസ്ബൻഡും കൊടുത്ത ഒരു ലാൻഡ് ഉണ്ട്. അപ്പൊ ആന്റി മരിച്ചുപോയി. അപ്പൊ അവരുള്ള കാലങ്ങൾ തൊട്ട് തന്നെ ഇവരുടെ നതാലിയയുടെ അച്ഛനോ അമ്മയായിട്ടൊക്കെ അവർക്ക് ഭയങ്കര അവരുടെ അമ്മ മരിച്ചു പോയതാണ്. അവരുമായിട്ടൊക്കെ നല്ല റിലേഷൻ ആയിരുന്നു, നല്ല സൗഹൃദത്തിലായിരുന്നു എന്നാണ്
പറയുന്നത്. The Lamos and the Chubukos have always had the most friendly. അപ്പോൾ ലൊമോസും അതുപോലെ ചുബുക്കോസും ഒക്കെ എന്താണ് അവരുടെ ഫാമിലിയാണ്. ലൊമോസ് എന്ന് പറഞ്ഞാൽ ലൊമോവിന്റെ ഫാമിലിയും ചുബുക്കോസ് എന്ന് പറഞ്ഞാൽ ചുബുക്കോസിന്റെ ഫാമിലിയും തമ്മിൽ നല്ല എന്താ സൗഹൃദത്തിൽ ഫ്രണ്ട്ലി ആയിരുന്നു. ആൻഡ് ഐ മൈറ്റ് ഓൾമോസ്റ്റ് സേ ദ മോസ്റ്റ് അഫെക്ഷനേറ്റ് റിഗാർഡ് ഫോർ ഈച്ച് അതർ. അവർ നല്ല സ്നേഹത്തിലൊക്കെ ആയിരുന്നു തമ്മിൽ. ആൻഡ് ആസ് യു നോ മൈ ലാൻഡ് ഈസ് എ നിയർ നൈബർ ഓഫ് യുവേഴ്സ്. അതുപോലെ തന്നെ നിനക്കറിയാമല്ലോ, അറിയാമോ എന്താണ് നിങ്ങളുടെ ലാൻഡിനോട് ചേർന്ന് തന്നെയാണ് എന്റെ ലാൻഡും കിടക്കുന്നത്. യു വിൽ റിമെമ്പർ ദാറ്റ് മൈ ഓക്സൺ മെഡോസ് ടച്ച് യുവർ ബിർച്ച് വുഡ്സ്. ബിർച്ച് വുഡ്സ് എന്ന് വെച്ചാൽ എന്റെ ഓക്സൺ മെഡോസ് എന്ന് വെച്ചാൽ ഈ കന്നുകാലികളൊക്കെ മേയുന്ന ഒരു സ്ഥലം, അത് എന്റേത്. നിന്റെ ബിർച്ച് വുഡ്സ് അതായത് നിങ്ങളുടെ ആ സ്ഥലവുമായിട്ട് ചേർന്നാണ് കിടക്കുന്നത്. നഥാലിയ പറയാണ്, excuse my interrupting you. You say my oxen meadows. അപ്പൊ ഞാൻ അവളെ ഇടയ്ക്ക് അപ്പൊ ഇയാള് പറഞ്ഞില്ലേ ഓക്സൺ മെഡോസ് എന്താണ്, നിങ്ങൾ ഓക്സൺ മെഡോസ് നമ്മുടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോഴ് ഇവൾ ഇടയ്ക്ക് കയറി പറയാണ്, എക്സ്ക്യൂസ് മീ, ഞാൻ ഇടയ്ക്ക് കയറി പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണം. എന്താണ് പറഞ്ഞത്? മൈ ഓക്സൺ മെഡോസ് ബട്ട് ആർ ദേ യുവേഴ്സ്. മൈ ഓക്സൺ മെഡോസ് എന്ന് വെച്ചാൽ എന്താണ്, ആ ഓക്സൺ മെഡോസ് നിങ്ങളുടേത്. മൈ ഓക്സൺ മെഡോസ് എന്ന് പറഞ്ഞാൽ ആ ഓക്സൺ മെഡോസ് ആരുടേതാണ്? യെസ് മൈൻ. ലൊമോവ് എന്താണ് പറഞ്ഞത്? യെസ്, അത് ഞങ്ങളുടേതാണ്, അതായത് എന്റേത് ആണ് എന്ന് പറയാണ്. അപ്പോൾ നതാലിയ, അപ്പൊ ഇവർ തമ്മിലൊരു സംഭാഷണം ഇങ്ങനെ തുടങ്ങിയാണ്. എന്താണ്, what are you talking about? Oxen meadows are ours, not yours. അപ്പൊ എന്താണ് നിങ്ങൾ പറയുന്നത്? ഓക്സൺ മെഡോസ് നിങ്ങളുടേതാണെന്നോ? ഒരിക്കലുമല്ല, ഓക്സൺ മെഡോസ് നിങ്ങളുടേതല്ലത്, ഞങ്ങളുടെയാണ് ആ ഓക്സൺ മെഡോസ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കുക, നിങ്ങളുടെ ഓക്സൺ മെഡോസ് എന്ന്? ലൊമോ പറയുന്നത് നോ. നതാലിയ അതായത് അല്ല. അപ്പൊ ഇവർ തമ്മിൽ ആ ലാൻഡിനെ ചൊല്ലി ഒരു തർക്കമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പൊ ഇവര് തമ്മിൽ ആ ലാൻഡിനെ ചൊല്ലി ഇവിടെ തർക്കമാണ്. എന്താണ്, അപ്പൊ ഇവര് രണ്ടുപേരും പറയാണ് ആ ഓക്സൺ മെഡോസ് എന്റേതാണ് എന്നുള്ള തർക്കം അവിടെ നടക്കുന്നു. അപ്പോൾ നതാലിയ, വെൽ ഐ നെവർ നോ ദാറ്റ് ബിഫോർ. ഹൗ ഡു യു മേക്ക് ദാറ്റ് ഔട്ട്? ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ലല്ലോ അത് നിങ്ങളുടേതാണെന്ന്. ഇപ്പൊ ഇതെങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നു? ലൊമോ, how? I am speaking of those oxen meadows which are wedged in between your birchwoods and the burnt marsh. അതായത് how, അതെങ്ങനെ? I am speaking, ഞാൻ സംസാരിക്കുന്ന ആ ഓക്സൺ മെഡോസിനെ കുറിച്ചാണ്. അതായത് നിങ്ങളുടെ ലാൻഡിന്റെയും അതായത് ബേൺഡ് മാർഷ് അതിന് ഇടയിലുള്ള എന്താണ് ആ ഓക്സൺ മെഡോസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നതാലിയ, യെസ് യെസ് they are ours. അത് തന്നെയാണ്, അതെ അതെ അത് തന്നെയാണ് ഞാനും പറയുന്നത്, അത് ഞങ്ങളുടേതാണ്. Lamo, no, you are mistaken. Order Natalia Stepanova, they are mine. Okay, respected Natalia, അത് ഞങ്ങളുടേത് തന്നെയാണ്. Natalia, just think, Ivan Vasilevich, how long have they been yours? Okay, ഇത് എത്ര കാലം മുതൽ നിങ്ങളുടേതാണ്? Lamo, how long? എത്ര കാലമെന്നോ? As long as I can remember. എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ ഇത് ഞങ്ങളുടെ തന്നെയാണ്. Really, Natalia? Really? You won't get me to believe that? അപ്പോ നീ ഇത് വിശ്വസിക്കുന്നില്ലല്ലേ? അത് ഞാൻ പറയുന്നത് എന്താണ്, നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ ലോമോ? ബട്ട് യു ക്യാൻ സീ ഫ്രം ദ ഡോക്യുമെന്റ്സ് ഓണർ നതാലിയ സ്റ്റെപ്പനോവ്ന. ഓക്കെ, നീ പറയുന്നത് എന്തിനു ഞാൻ വിശ്വസിക്കണം അല്ലേ? അപ്പൊ നീ എന്റെ ഡോക്യുമെന്റ്സ് ഉണ്ട്, നീ ഡോക്യുമെന്റ്സ് കാണുക, അപ്പൊ നിനക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത് കറക്റ്റ് ആണെന്ന്. Oxen meadows, it's true, were once the subject of dispute, but now everybody knows that they are mine. Okay, oxen meadows അത് ശരിയാണ്. അപ്പൊ ഒരിക്കലൊരു ഡിസ്പ്യൂട്ട് തർക്കം ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതെന്താണ്, അത് എന്റേതാണ്. There is nothing to argue about. ഇപ്പോഴ് അതിനെ കുറിച്ച് തർക്കിക്കുവാന് ആർഗ്യൂ ചെയ്യാനായിട്ട് ഒന്നുമില്ല. You see, my aunt's grandmother gave the free use of these meadows in perpetuity to the persons of your father's grandmother. നിനക്കറിയാമോ
അറിയാമോ, എന്റെ ആന്റിയുടെ ഗ്രാൻഡ് മദർ ഇത്, അതായത് ഈ മെഡോസ് ഒക്കെ എന്ത് ചെയ്യാണ്, പെർപെച്വേറ്റി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കർഷകർക്ക് അവർക്ക് കൃഷി ചെയ്യാനായിട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങളുടെ ഫാദറിന്റെ ഗ്രാൻഡ് മദർ അവർക്കൊക്കെ ലഭിച്ചിരുന്നതാണ്. ഇൻ റിട്ടേൺ ഫോർ വിച്ച് ദേ വെയർ ടു മേക്ക് എ ബ്രിക്സ് ഫോർ ഹെർ. അപ്പൊ അതിന് പ്രതിഫലമായിട്ട് അവരെന്ത് ചെയ്യുമായിരുന്നു, അവര് ഇങ്ങനെ കട്ടകൾ ബ്രിക്സ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ദ പെസൻസ് ബിലോങ് ടു യുവർ ഫാദേഴ്സ് ഗ്രാൻഡ് മദർ ഹാഡ് ദ ഫ്രീ യൂസ് ഓഫ് ദ മെഡോസ് ഫോർ 40 years. 40 വർഷത്തോളം നിന്റെ ഫാദറിന്റെ ഗ്രാൻഡ് മദർ അത് ആ സേവനം ഫ്രീ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടേ ഇരുന്നതാണ്, അറിയാമോ. അതുപോലെ തന്നെ and had got into the habit of regarding them as their own when it happened that. അപ്പോൾ അയാളുടെ ഭൂമിയെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരണങ്ങൾ അവൾക്ക് നൽകി കൊടുക്കുകയാണ്. അപ്പൊ ഈ ഭൂമിയിൽ കുറിച്ച് ലാൻഡ് പണ്ട് തർക്കമുണ്ടായിരുന്നു എങ്കിൽ കൂടെ ഇപ്പോഴതെന്താണ്, അതുകൊണ്ട് പെസൻസിന് പണ്ട് കാലത്ത് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അതിന് പകരമായിട്ട് അവർ കട്ടയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. നിന്റെ ഫാദറിന്റെ ഗ്രാൻഡ് മദറും 40 വർഷത്തോളം ഏകദേശം ഇങ്ങനെ അത് ആ സേവനം ഉപയോഗിച്ചൊക്കെ ഇരുന്നതാണ്. No, isn't it all like that? Both grandmother and grandfather record that their land extended to Ben Marsh, which means that oxen meadows were ours. I don't see what there is to argue about it. Simply, അപ്പൊ നതാലി പറയുന്നത് ഇപ്പൊ ഈ കാര്യത്തെ കുറിച്ച് നമുക്ക് വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, ആർഗ്യൂ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അത് എന്താണ്, നമ്മുടെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോയി, അതുകൊണ്ട് വീഡിയോ നിർത്തിയാണ്. അടുത്ത ദിവസം ഇതിന്റെ പാർട്ട് 2 വരുന്നതായിരിക്കും.